സ്വത്രം സ്വത്രം സ്വത്രം. 2 പത്രോസ് ആ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ എപ്പിസോഡ്. നേരത്തെ പറഞ്ഞത് 5-ാമത്തെ എപ്പിസോഡായിരുന്നു, 6-ാമത്തെ എപ്പിസോഡായിരുന്നു. ഇതുകൊണ്ട് അങ്ങ് തീർക്കാം. ഒന്നിൽ തീർക്കാനായിട്ട് ഞാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സ്വത്രം. 6-ാമത്തെ എപ്പിസോഡ് 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ എന്തിനാ ഇത്ര വേദനയോടെ പറയുന്നത്? ഈ പ്രസംഗം കേൾക്കുന്ന ആരും നിത്യമായ നാശത്തിലേക്ക് പോകരുത്. ഒരു വ്യക്തിയും പോകരുത്. എല്ലാവരും നിത്യതയെ കാണണം. എല്ലാവരും നിത്യമായ ആ രൂപാന്തര ശരീരം പ്രാപിച്ച് 1000 ആണ്ട് വാഴ്ചയിലും പുതിയ ആകാശം പുതിയ ഭൂമിയിലും എല്ലാവരും കാണണമെന്നുള്ള ഒടുങ്ങാത്ത ആഗ്രഹത്തോടെയാണ് ഈ പ്രസംഗിക്കുന്നത്. വേറൊന്നുമല്ല. ഈ പ്രസംഗം കേൾക്കുന്ന നമ്മളാരും തമ്മിൽ കണ്ടു എന്ന് വരികയില്ല. ഇനി ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കണ്ടു എന്ന് വരികയില്ല. പക്ഷേ നിത്യതയിൽ നമുക്ക് കാണണം. അതിനുവേണ്ടി ഞാൻ പ്രസംഗിക്കുന്നത്. അതിനുവേണ്ടി ദുരുപദേശത്തിൻ്റെ എല്ലാ ബെൽറ്റുകളും നമ്മൾ പൊട്ടിച്ചു കളയണം. ഇന്നത്തെ ആത്മീയ കോളത്തിൽ കാണുന്ന ഈ ദുരുപദേശങ്ങളെല്ലാം നമ്മൾ സ്വന്തം വചനം പ്രസംഗിച്ച്, വചനമെന്ന വാളെടുത്ത് ശക്തമായി അതിനെതിരെ പ്രഹരിച്ച് ആ ദുരുപദേശത്തെ മുഴുവൻ മുറിച്ചു കളയണം. ആ ദുരുപദേശത്തിലെ ബന്ധനത്തിൽ ഒരു വലിയ സമൂഹം ആ കിടക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടായി പറയുന്നേ. വലിയ സമൂഹം കിടക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ സ്വത്രം ഒരു ഗ്രൂപ്പ് കിടപ്പുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. ആരാ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വചനജ്ഞാനമുള്ളവർ എല്ലാവർക്കും അറിയാമല്ലോ. അത് ആരാ കിടക്കുന്നേ? യെരൂശലേമിൽ ആട്ടുവാതിക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപവും ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. ഇന്നത്തെ ആത്മീയ കോളത്തിൽ ആത്മീക വ്യാധി പിടിച്ചവർ, കുരുടന്മാർ, മുടന്തന്മാർ, ആത്മീയ മുടന്തന്മാർ, ആത്മീയ ക്ഷയരോഗികൾ, ആരോഗ്യമില്ലാത്തവരെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുക. വിശ്വാസത്തിൽ ആരോഗ്യം, പ്രത്യാശയുടെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത. ഇതല്ലേ നമുക്ക് വേണ്ടത്? വചനം പ്രസംഗിക്കുക, കാശുണ്ടാക്കുക, ഇത്ര എനിക്ക് തരണം, ഇത്ര എനിക്ക് തരണം, ഇത്ര എനിക്ക് തരണം. ഒരു മഹാൻ പറയാം എനിക്ക് 25 തരണം, ഒരാൾ പറയാം 30 തരണം, ഒരാൾ പറയാം 50,000 തരണം. എവിടെ നിന്ന് കിട്ടി ഈ ദൂതവർക്ക്? പറയാം, ഞാൻ തന്നെ പറയാം, സൂപ്പർ സാത്താൻ കൊടുത്ത ആ ദൂത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകളെല്ലാം നിർത്തി എന്തെങ്കിലും തരുന്നെങ്കിൽ മിണ്ടാതെ വാങ്ങിച്ചുകൊണ്ട് പോകണം. തന്നില്ലെങ്കിൽ സ്വത്രം, തന്നാ സ്വത്രം. നമ്മൾ പൈസയ്ക്ക് വേണ്ടി അല്ല പ്രസംഗിക്കുന്നത്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുള്ള വാക്യം എൻ്റെ പുസ്തകത്തിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, ഇപ്പോഴും കിടപ്പുണ്ട്. ഏലിയാവിനെ പുലർത്തിയ കാക്കയുടെ വംശം ഇന്നും നിന്നു പോയിട്ടില്ല. ഏലിയാവിനെ പുലർത്തിയ വിധവമാർ ഇന്നും മരിച്ചടങ്ങി ചത്തൊടുങ്ങി പോയിട്ടില്ല, ഇന്നുമുണ്ട്. അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുക. പത്രോസ് മരിച്ചിട്ട് ഏകദേശം 2000 വർഷമാണ്. ആ മനുഷ്യൻ പറയുക, ആ മൺകൂടാരത്തിൽ ഇരുന്നു കൊണ്ട് ഓർപ്പിച്ചുണർത്തുക. തലകീഴായി ക്രൂശിക്കപ്പെട്ടവൻ ഓർപ്പിച്ചുണർത്തുക. സ്വന്തമായിട്ട് ലേഖനം എഴുതാൻ കഴിവില്ലാത്ത, അറിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത സില്ലനാസിനെ കൊണ്ട് ലേഖനം എഴുതിപ്പിച്ച പത്രോസ് ഓർപ്പിച്ചുണർത്തുക. നിങ്ങൾക്ക് എനിക്കും ഇതൊന്നും യാതുമില്ലയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വത്രം. നിങ്ങളത് എൻ്റെ നിര്യാണ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. പുള്ളിക്കൊരു ഉത്സാഹം ഉണ്ടായിരുന്നു. എൻ്റെ നിര്യാണകാലം നിങ്ങളത് ഓർക്കുമെന്ന്. ഞാൻ ഓർക്കുക. ഈ വചനം കേട്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഓർത്തോണം. പത്രോസിൻ്റെ വചനങ്ങൾ ഓർക്കണം, പൗലൂസിൻ്റെ വചനങ്ങൾ ഓർക്കണം, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ ഓർക്കണം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഓർക്കണം, വിശുദ്ധ പ്രവാചകന്മാർ തന്ന വചനങ്ങൾ ഓർക്കണം. തരംതിരിച്ചത് മനസ്സിലാക്കണം. പുതിയ നിയമം അനുസരിക്കാനുള്ളത്, മറ്റത് ബുദ്ധിയുപദേശത്തിനുള്ളത്. മോശയും പ്രവാചകന്മാരും യോഹന്നാൻ ശ്രാവകൻ വരെ. അത് കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രമാണം നിലവിൽ വന്നു. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. മോശയുടെ ന്യായപ്രമാണം ഒന്ന്, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം ഒന്ന്. നമ്മൾ അനുസരിക്കേണ്ടത് യേശുവിനോട് ചേർന്ന് നമ്മൾ, യേശുവിനെ ധരിച്ച നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കേണ്ടത്.
അത് ക്രിസ്തുവിൻ്റെ പ്രമാണമല്ലെന്നേ. അത് കർത്താവ് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 17 പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. പിതാവ് പുത്രനെ ഏൽപ്പിച്ചത് പുത്രൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. അപ്പോസ്തലന്മാര് അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തു. ഇന്നത്തെ അപ്പോസ്തലന്മാര് അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നില്ലെന്നാ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐക്യ സുനിയൊക്കെ പറയുന്ന അതാ. കള്ളത്തരം കാണിക്കുന്നവരെ പുള്ളി കയറി പിടിക്കുന്ന എല്ലാവരും അല്ല, ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കാണുമായിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിർമ്മലമായ ദൈവവചനം പ്രസംഗിച്ച് ദ്രവ്യാഗ്രഹമില്ലാതെ വിശ്വാസികളെ വചനത്തിൽ ഉറപ്പിക്കുന്നവരൊന്നും അവർ കയറി എടുത്ത് ട്രോളടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേയില്ല. അങ്ങനെയൊക്കെ എന്നെയൊക്കെ ട്രോളടിക്കണം. പണ്ടേ വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോളം നടിച്ചാൽ വർഷങ്ങളായിട്ടുള്ള എൻ്റെ മെസ്സേജ് യൂട്യൂബിൽ കിടപ്പുണ്ട്. എത്രയോ മെസ്സേജുകൾ, ആയിരക്കണക്കിന് മെസ്സേജ് കിടപ്പുണ്ട്. ഇതൊക്കെ പ്രസംഗിച്ചിട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഏത് വിധേനയും വല്ല വിധേനയും ചിലരെങ്കിലും നിത്യത പ്രാപിച്ചെടുക്കണം. അതിനു വേണ്ടിയായി പ്രസംഗിക്കുന്നത്. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. അതിനു വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലേക്ക് വരിക. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇത് പഠിക്കണ്ടേ? മറുരൂപ മലയിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹിമ കണ്ടു. രൂപാന്തര ശരീരത്തോടെ കർത്താവിനെ കണ്ടു. ആര്? യോഹന്നാൻ, യാക്കോബ്, പത്രോസ്, ത്രിമൂർത്തികൾ, സഭട തൂണുകളായിട്ടുള്ളവർ, ദൈവസഭയുടെ തൂണുകളായിട്ടുള്ളവർ എന്ന് ഗലാത്യനിൽ പൗലോസ് പറയുക. പൗലോസ് ഇവരെ കുറിച്ച് പറയുക, സഭയുടെ തൂണുകളായ യോഹന്നാൻ, യാക്കോബ്, പത്രോസ്, കേഫ. ഇന്നത്തെ തൂണുകളോ, ഇന്നത്തെ സഭയുടെ തൂണുകളോ, പാസ്റ്റർമാരോ പ്രസിഡന്റുമാരോ ഇവരൊക്കെ എന്താ? തൂണും പോയിട്ട് ഒരു കച്ചിത്തിരുമ്പ് പോലും അവിടെയൊന്നുമില്ല. അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ തൂണുകളാകുന്നത്. ദൈവസഭയെ താങ്ങി നിർത്താൻ നമുക്ക് കഴിയുന്നത്, ദൈവസഭയെ ഉയർത്തിയെടുക്കാൻ കഴിയുന്നത്, ദൈവസഭ തകർന്നു പോകാതെ നിലനിർത്താൻ കഴിയുന്നത് തൂണുകളെപ്പോലെ അവർ ജീവിച്ചതുപോലെ, അവർ പ്രസംഗിച്ചതുപോലെ, അവരുടെ അതേ ദർശനം, അവരുടെ അതേ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. അതിനായി പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മല കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. ഹല്ലേലൂയ. എന്താണ് മഹിമ? മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 6-ാം ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, യവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവുമുണ്ടായി. ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് ചെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ശിഷ്യന്മാർ അവരെ കണ്ടപ്പോൾ കവിണ്ണു വീണു. മലന്നടിച്ചല്ല വീണത്, കമന്ന് വീണു. ഇന്ന് മലന്നടിച്ച് വീഴുക. മലന്നടിച്ചും കമന്നും ഒക്കെ ഒന്ന് ഊതുമ്പോൾ 4 കാരണം അറിയുന്നവൻ എന്നാ പ്രസംഗിക്കാനെന്ന് എൻ്റെ ചോദ്യം. നൈജീരിയയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒരു ഉപദേശിയെ കെട്ടിയെടുത്തു, ഒരു കറമ്പറ ഉപദേശി. കറമ്പളെന്ന് പേര് പറഞ്ഞ് ക്ഷമിക്കണേ, ഈ കർത്തവനാണ്ട് കർത്തവനെന്ന് പറഞ്ഞത്. ഇവിടെ ഒന്ന് എല്ലാവരെയും ഉന്തിയൊക്കെ ഇട്ട് പുള്ളി പറയാ, ഒരു 5-6 മീറ്റർ ദൂരെ മാറി നിന്നോണം എൻ്റെ അടുക്കുന്നത്. ആ മാറി നിന്നവരൊക്കെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിശാചിൻ്റെ ശക്തിയല്ല ഇങ്ങോട്ട് ആവാഹിക്കുന്നത്. എന്നിൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ മാറി നിൽക്കണമെന്ന്.
എടാ മുടിഞ്ഞവനെ, നിന്നിൽ ദൈവശക്തി വ്യാപരിക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമല്ലേ, സൗഖ്യമായി വിടുതലായി തീരട്ടെ, അതല്ലേ നല്ലത്. അപ്പം അവന് തന്നെ അറിയാം അവൻ്റെ ദൈവശക്തി അല്ലെന്ന്. കെട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുക ഇവിടെ ആരും ഇല്ലല്ലോ വചനം പ്രസംഗിക്കാൻ. ആ പുള്ളിയാണെന്ന് തോന്നണം എനിക്ക് പറഞ്ഞത്. കർത്താവ് അങ്ങോട്ട് ഈയിടയ്ക്ക് വരുമെന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു തോന്നലാണേ, നിർണയമില്ല എനിക്ക്. അതുപോലെ പലരും ഹല്ലേലൂയ. ഇവിടെ കർത്താവിനെ ഇവർ കാണുന്നത് എങ്ങനെയാ കാണുന്നത്? അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളിയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ശിഷ്യന്മാരെ ഒന്ന് കാണിച്ചു കൊടുക്കുക കർത്താവ്. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അപ്പം നമുക്കിവിടെ ഇരിക്കാം, ഞങ്ങളെല്ലാവരും കൂടി ഒരു കുടിലും, നിങ്ങൾക്കൊരു കുടിൽ, ഓരോരുത്തർക്കും ഓരോ കുടിലുണ്ടാക്കി ഇവിടെ അങ്ങ് ഇരിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയാം, എങ്ങും പോകണ്ട, ഇവിടെ അങ്ങ് ഇരിക്കാം. അതല്ലേ ദൈവസാന്നിധ്യം? ഈ പിശാച് ഉറഞ്ഞു തുള്ളുന്നതാണോ ദൈവസാന്നിധ്യം? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു മീറ്റിംഗ് നടന്നു വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ എന്ത് പരിപാടിയോ സർക്കസ് നടക്കുന്നെന്ന് അറിയാൻ ഞാൻ ബൈക്കുമായിട്ട് ദൂരെ മാറി നിന്നു. പിശാച് ഉറഞ്ഞു തുള്ളുന്നത് ഞാൻ കണ്ടു. ഇവിടുത്തെ ഭക്തന്മാർ പോയി കമന്നടിച്ച് വീഴുവാണേ. വീണവരൊക്കെ കോടീശ്വരന്മാരായി. മീറ്റിംഗ് നടത്തിയ സംഘാടകരെല്ലാം കോടീശ്വരന്മാരായി, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. എല്ലാം നരകത്തിൽ പോകാൻ റെഡിയായിട്ട് കിടക്കുക. എങ്ങനെയുണ്ട്? ഞങ്ങൾ ഈ എറണാകുളം പട്ടണത്തിൽ കിടക്കുന്ന ഞങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കാല് വെച്ചില്ല. ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊന്നും ആത്മീയതയല്ല, ഇതൊക്കെ ശുദ്ധമായ തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഇന്നും ആ തട്ടിപ്പ് അവരൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക. കേരളം മുഴുവൻ, ഭാരതം മുഴുവൻ, ആഗോള വ്യാപകമായി ഈ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തിനും എടുത്തു പറയുന്നു, പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാരും ഈ ചതിയിൽ പെട്ടുപോകരുത്. ഈ റാക്കറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോയി പെട്ടുപോകരുത്. കോളേജിൽ പഠിക്കുന്ന മക്കൾ നമുക്കുണ്ടല്ലോ, 15, 16, 17, 20, 30 വയസ്സ്, 25 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, നല്ല നല്ല കുട്ടികൾ. ഒരു പ്രാവശ്യം MDMAയും അതുപോലെ മയക്കുമരുന്നിൻ്റെ റാക്കറ്റിൽ അവർ പെട്ടാൽ പിന്നെ അവരെ നമുക്ക് കിട്ടത്തില്ല. ആ ദണ്ണം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ദുരുപദേശ സംഘങ്ങളിൽ നമ്മുടെ മക്കൾ പോയി കുടുങ്ങിയാൽ പിന്നെ ആ ഊത്തും ചീറ്റും പാട്ടും കൂത്തുമായിട്ട് അവർ നടക്കും. പിന്നെ പഥ്യവചനം പറയുമ്പോൾ അവർക്ക് വെറുപ്പായിരിക്കും. പഥ്യവചനം പറയുമ്പോൾ അവർക്ക് എരിക്കത്തില്ല. മനസ്സിലായോ? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാൽ അറിയാം. അവർ പറയുന്ന ഉപദേശം കേൾക്കാതെ വേറെ വല്ല അന്യത ഉപദേശം പറയുന്നത് കേട്ടാൽ അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല, അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. യോഹന്നാൻ 4:6. ഇതൊന്നും ആർക്കും ബാധകമല്ലേ? ഒരു ആറ്റമിക് ബോംബാണ് ആ വാക്യം. യോഹന്നാൻ 4:6. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനനം, യഥാർത്ഥ ഉയരത്തിൽ നിന്ന് ജനനം പ്രാപിച്ചവരാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നത്, അല്ലാത്തവർ കേൾക്കത്തില്ല. അപ്പോൾ വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും സത്യത്തിൻ്റെ ആത്മാവ് ഇതിനാൽ അറിയാം. ഇതൊക്കെ വളരെ ആഴമേറിയ സത്യങ്ങളാണ്. ഹൃദയത്തിൽ കുറിച്ചിട്ട് പഠിക്കുക ദൈവമക്കളെ. മറുവമലയിൽ യേശുവിൻ്റെ ആ യഥാർത്ഥ തേജസ്സിൻ്റെ ശരീരം പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഒന്ന് കാണിച്ചു കൊടുത്തു. അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. നമ്മളെന്തോ കണ്ടേ? പാസ്റ്റർ സാം എന്ത് കണ്ടു? അവർ കണ്ടതും കേട്ടതും ഒക്കെ എനിക്ക് കൂട്ടായ്മയ്ക്ക് എഴുതി, അതാ ഞങ്ങൾ കണ്ടത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ എന്താ അവർ എഴുതി വെച്ചേക്കുന്നത്? ആദ്യം മുതലുള്ള ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ടുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടും സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു. കൂട്ടായ്മ ഉണ്ടാകാൻ നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു.
ഈ സന്തോഷം പൂർണ്ണമാകാത്തത് എന്താ? പിതാവിനോടും പുത്രനോടുള്ള കൂട്ടായ്മ പെന്തക്കോസ്തുകാർക്കില്ല. അതുകൊണ്ട് സന്തോഷം പൂർണ്ണമാകാത്തത്. ഇടിവെട്ടി പോലെയല്ലേ പല പെന്തക്കോസ്തുകാരും ജീവിക്കുന്നേ. എന്തോ സംഭവിച്ച പോലെയാണ് ജീവിക്കുന്നത്. ദൈവസന്നിധി വന്നു കഴിഞ്ഞാൽ മുഖത്തൊരു പ്രകാശമില്ല, സന്തോഷമില്ല, ഒരു സമാധാനമില്ല. കാരണം എന്താ? ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധമില്ല. കർത്താവും പിതാവുമായിട്ടുള്ള കൂട്ടായ്മയില്ല അവർക്ക്. ക്രിസ്തുവിൻ്റെ പ്രമാണമായിട്ടുള്ള ഒരു ബന്ധമില്ല അവർക്ക്. നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളു. ആ പ്രമാണമായിട്ട് അവർക്ക് ബന്ധമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് മടങ്ങി വരാമോ? ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അപ്പോസ്തലന്മാരുടെ ഉപദേശമായിട്ട് ബന്ധമില്ലാതിരിക്കുന്നെങ്കിലൊന്ന് മടങ്ങി വരാമോ? പ്രമാണത്തിലേക്ക്, വ്യവസ്ഥയിലേക്ക് ഒന്ന് മടങ്ങി വരാമോ? സ്തോത്രം. നമ്മുടെ സന്തോഷം പൂർണ്ണമാകാൻ ഇതെഴുതുന്നു. പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ, അവർ പറയുന്ന ഉപദേശമായിട്ടൊരു കൂട്ടായ്മ നമുക്കുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം പൂർണ്ണമാകും. എന്താ സന്തോഷം? സ്വർഗീയ സന്തോഷം, ഉയരത്തിലെ സന്തോഷം, ലോകത്തിലെ സന്തോഷമല്ല, ലോകത്തിൻ്റെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷമല്ല, സ്വർഗീയ സന്തോഷം. കർത്താവിൻ്റെ വരവിൽ എനിക്ക് രൂപാന്തര ശരീരം കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടൊപ്പമായിരിക്കും. അത് 1000 ആണ്ട് കഴിച്ച് ഭൂമിയൊക്കെ ചുട്ടരിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്നെ പുതിയ ആകാശം, പുതിയ ഭൂമിയിലേക്ക് പ്രൊമോട്ട് ചെയ്യും. അതാണ് എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം അതാ. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ സന്തോഷം അതാ, അല്ലെ വേറൊന്നുമല്ല. ഇവിടെ ഒരു ചുക്കുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഇവിടെ ഇടുമില്ലേതുമില്ലൊന്നുമില്ലേ ലോകത്തിൽ നിന്നും നമുക്കെന്നോർക്കുക നീ, വിട്ടകലും നീ ഒരു നാളിൽ ഉണ്ടെന്നു തോന്നുന്ന സകലത്തെയും മൺമയമാമീയുലകിൽ കാൺമതുമായ വിൺമഹിമാദന സുഖങ്ങൾ സകലതുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളവാ പൂക്കളെ പോലെ ധാന്യം ധനം ലാഭം കീർത്തി ആ നഷ്ടമാകും മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും 70 ഏറെയായാൽ 80 മാത്രം നീളുമായു സതു നിനച്ച കഷ്ടത മാത്രം. ദൈവമക്കളെ, ആ പാട്ട് ഒരു സന്ദേശമാണ്, ആ പാട്ടൊരു പ്രസംഗമാണ്, ആ പാട്ടൊരു ദൂത. ദൈവമക്കൾ നമുക്ക് സ്വന്തം ആ സ്വർഗദേശം, കേവലം ഈ പാരിടമോ വെറും പരദേശം. നമ്മൾ പരദേശികളാണ്, നമ്മൾ പ്രവാസികളാണ്. ഇവിടെ കിടന്ന് വാരിക്കോരി കൂട്ടി വെച്ച് സാത്താൻ അടിച്ച് പൊളിച്ച് അവൻ്റെ സാമ്രാജ്യത്തിൽ കൊണ്ട് തള്ളല്ലേ നമ്മളെ ആരെയും. ഈ പ്രസംഗം കേൾക്കുന്ന ആരും അവൻ്റെ പരിപാടി ചെയ്ത് ഈ ലോകത്തിലൂടെ വാരിക്കോരി കൂട്ടി വെച്ച് അവസാനം അവൻ എല്ലാത്തിനെയും കൂടി വകഞ്ഞു പിടിച്ച്, അനീതിയുള്ള മാമാനെ വാരി വെച്ചേക്കല്ലേ, അവസാനം അവൻ നമ്മളെല്ലാം കൂടി വകഞ്ഞു പിടിച്ച് അവൻ്റെ സാമ്രാജ്യത്തിൽ കൊണ്ടുപോയി തള്ളും. എത് ക്രിസ്തുവും കള്ളപ്രവാചകനും മൃഗവും ഒക്കെ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി തള്ളും. അവിടെ കിടന്നുകൊണ്ട് ലൂക്കോസ് 16 ധനവാൻ കിടന്ന് പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ഇപ്പോൾ ഈ വചനങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാം. അതിനായിട്ട് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നു. ഹല്ലേലൂയ. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വന്ന് കൺക്ലൂഷൻ ചെയ്യാൻ താല്പര്യപ്പെടുക. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മത കഥകളെ പ്രമാണിച്ചിട്ടല്ല. പലയിടത്തും പലതും പറയും നിർമ്മത കഥ, കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മത കഥ, സങ്കല്പകഥ. ഇന്ന് കഥ പറച്ചില്ല. ഒരു വിവാഹം നടന്നാൽ പാസ്റ്റർമാർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭാര്യ എങ്ങനെ ജീവിക്കണം, ഭർത്താവ് എങ്ങനെ ജീവിക്കണം, രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ഉഭയസമ്മതം ചെയ്ത് വിവാഹം നടത്തി കൊടുക്കുക. ഇവർ തമ്മിൽ അനുവർത്തിക്കേണ്ട പ്രമാണങ്ങൾ, ഭാര്യ ചെയ്യേണ്ടത്, ഭർത്താവ് ചെയ്യേണ്ടത്, ആ ഉത്തരവാദിത്തങ്ങൾ അവർ മാതാപിതാക്കളോട് ചെയ്യേണ്ടത്, അവർ സഭയോട് ചെയ്യേണ്ടത്, അവർ സഹോദരങ്ങളോട് ചെയ്യേണ്ടത് വ്യക്തമായി കൃത്യമായി അപ്പോസ്തലന്മാർ തന്നിരിക്കെ അതൊന്നും പറയാതെ കെട്ടുകഥ, കിഴവിക്കഥ, നിർമ്മിത കഥ, സങ്കല്പകഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇഷ്ടംപോലെ വിവാഹത്തിന് ചേർത്ത് വിവാഹശുശ്രൂഷ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ക്ലിപ്പ് തയ്യാറാക്കി. അത് വേണമെങ്കിൽ ഒരു ദിവസം ഞാൻ പ്രസംഗമായിട്ട് ഇട്ടുതരാം. ഭാര്യ എന്ത് ചെയ്യണം, ഭർത്താവ് എന്ത് ചെയ്യണം. ഞാനല്ല പറയുന്നത്, പൗലോസും പത്രോസും ഒക്കെ പറയുന്നത്.
ആ ഉപദേശം മാത്രം എടുത്ത് അവിടെ പ്രസംഗിച്ച് ഉപസമ്മതം ചെയ്ത് കല്യാണം നടത്തുക. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞു, ഒരു ഗുണവും ഇല്ലാത്ത. ഒരു കല്യാണത്തിൻ്റെ ചിലവ് എത്രയാണെന്നറിയോ? 60 ലക്ഷം 80 ലക്ഷം. സഭകളിൽ കല്യാണം നടത്താതെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെന്ന് ഓർത്തോണം, വീടില്ലാത്ത സഹോദരങ്ങളുണ്ടെന്ന് ഓർത്തോണം, ചെറ്റപ്പുറയിൽ കിടക്കുന്നവരുണ്ടെന്ന് ഓർത്തോണം, വാർദ്ധക്യത്തിൽ മരുന്ന് മേടിക്കാൻ കാശില്ലാതെ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചുള്ള സഭകളുള്ള വിശ്വാസികളുള്ള കൂട്ടായ്മക്കാരോട് ഉണ്ടെന്ന് ഓർത്തോണം. നിങ്ങൾ ഇതൊക്കെ ഇട്ട് ചെലവഴിക്കുമ്പോൾ ഹല്ലേലൂയ, പാപമാണ് നിങ്ങൾ ചെയ്യുന്നത്, പാപം. ഒരു 5 10 15 ലക്ഷം രൂപയുടെ കല്യാണം നടത്തുക എന്നുള്ളത് കവിഞ്ഞ് 50 60 70 കോടിക്കണക്കിന്, ചിലർക്ക് മതിയാകുന്നില്ല. വെൽക്കം ഡ്രിങ്ക് 15 വെറൈറ്റീസ് വെൽക്കം ഡ്രിങ്ക്. അവിടെ പിന്നെ പരിപ്പുവട, ഉള്ളിവട, ആ വട, ഈ വട എല്ലാം കൂടി ചേർത്ത് ഒരു വലിയൊരു വെറൈറ്റീസ്. അത് കഴിഞ്ഞ് കല്യാണത്തിന് എന്തൊക്കെ വേണം, എന്തൊക്കെ തിന്നണം. ഓർത്തോ, ലൂക്കോസ് 16 ഒരുത്തം കിടപ്പുണ്ട്, പട്ടുവസ്ത്രവും ഊമർ വസ്ത്രവും ഒക്കെ ധരിച്ച്, കിണ്ടി ചിക്കനൊക്കെ അടിച്ച്, പച്ചവെള്ളം കുടിക്കാതെ ബ്രൗൺ കളർ വെള്ളം മാത്രം കുടിച്ച് ജീവിച്ച ഒരുത്തൻ ലൂക്കോസ് 16 കിടപ്പുണ്ട്. ഒരു ബുദ്ധിപദേശമായിട്ട് എടുത്ത് വായിച്ച് പഠിച്ചോണം. അത് പറയാനുള്ള സമയം എനിക്കില്ല. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിക്കുന്നത് നിർമ്മതകഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നു. കർത്താവിൻ്റെ മഹിമ കണ്ടു. മറുവമലയിൽ കർത്താവിൻ്റെ മഹിമ കണ്ടു, തേജസ്സിൻ്റെ ശരീരം കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവികൊടുപ്പിനെന്ന് പിതാവ് സാക്ഷ്യം പറഞ്ഞത് യോഹന്നാൻ, യാക്കോബ്, യൂദ കേട്ടു. പൗലോസ് അറേബ്യൻ മരുഭൂമിയിൽ വെളിപ്പാടിൽ കർത്താവിൻ്റെ ശബ്ദം കേട്ടു, കർത്താവുമായിട്ട് സംസാരിച്ചു. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നു, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. എത്ര മനോഹരമായ വ്യവസ്ഥകളാണ് അപ്പോസ്തലന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. ഇവൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചില്ല എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവാം ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. കർത്താവിന് ലഭിച്ച കാര്യത്തെക്കുറിച്ച് പറയാം. ഞങ്ങൾ അവനോടുകൂടി വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത് കേട്ടു. ഞാൻ പറഞ്ഞല്ലോ അത്. എന്താ കണ്ടത്? ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. പെന്തക്കോസ്തുകാരെ, കർത്താവിന് ചെവി കൊടുപ്പീൻ. നമ്മുടെ സ്വർഗീയ പിതാവിന് ചെവി കൊടുപ്പീൻ. പിതാവ് പറഞ്ഞ വചനമാണ് പുത്രൻ തരുന്നത്. പിതാവ് പറയാത്തതൊന്നും പുത്രൻ ഇവിടെ ഒന്നും പറഞ്ഞില്ല. നമുക്കിപ്പം ഇല്ലാത്തതൊക്കെ പറഞ്ഞു പിടിക്കുക. വല്ലയിടത്തും വല്ലവരും പറഞ്ഞതൊക്കെ എടുത്തൊക്കെ പറയുക, എന്നിട്ട് പ്രസംഗം. അതിൻ്റെ ഇടയിൽ 16 ലക്ഷത്തിൻ്റെ കാറ്, എനിക്ക് വീട് വേണം, എനിക്ക് കൂട് വേണം, ഇതൊക്കെ ആര് ചെയ്യണം? വിശ്വാസത്തിൽ ചെയ്ത് കൊടുക്കണം. ഒരു തോർത്തും വിരിച്ച് പള്ളയിലടിച്ച് പാട്ട് പാടിക്കൊണ്ടിരുന്ന അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഇത്രയും പേരെ ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അപ്പോസ്തലന്മാർ ദരിദ്രന്മാരായി കഷ്ടത അനുഭവിച്ചു, തീച്ചുള്ളിലൂടെ കടന്നുപോയി, അടിയും ഇടിയും ഏറ്റു, രക്തസാക്ഷികളായി തീർന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരെ ആത്മീക സമ്പന്നതയുടെ കൊടുമുടിയിൽ നമുക്കവരെ കാണാൻ പറ്റും. തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച്, തങ്ക കിരീടങ്ങൾ അണിഞ്ഞ്, അയ്യോ ഇത് പത്രോസാണ്, അയ്യോ ഇത് പൗലൂസാണ്, ഇത് യോഹന്നാനാണ്, യാക്കോബാണ്, യൂദയാണ്, രക്തസാക്ഷികളായി തീർന്നവരാണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ചെല്ലുന്ന കാര്യമായി പറഞ്ഞുകൊണ്ടിരിക്കണേ, അങ്ങോട്ട് പോണ കാര്യമായി പറയുന്നേ. 7 വിധ കാര്യങ്ങൾ പത്രോസ് പറഞ്ഞു വയ്ക്കുന്നതാ. സോറി. അതുകൊണ്ട് അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ, കർത്താവിൻ്റെ മഹിമ കണ്ടവർ, കർത്താവിൻ്റെ മഹത്വം കണ്ടവർ, കർത്താവിൻ്റെ രൂപാന്തരീകരണം കണ്ടവർ, കർത്താവിനെ കണ്ടവർ, കർത്താവിനെ കേട്ടവർ, കർത്താവിനെ തൊട്ടവർ, കർത്താവ് അപ്പം നുറുക്കി തന്നവ ഭക്ഷിച്ചവർ, അവരാണ് അപ്പോസ്തലന്മാർ. അവരാണ് അപ്പോസ്തലന്മാർ. ആ അപ്പോസ്തലന്മാർ ഒപ്പം പറയാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമില്ല. ഇവിടെ കുറേ അപ്പോസ്തലന്മാർ നടപ്പുണ്ട്. അതൊന്നും അപ്പോസ്തലന്മാരെല്ലാം ഡൂപ്പാ, അതൊക്കെ സാത്താൻ്റെ ഏജൻറ്റുകളാണ്. അതുകൊണ്ട് ആദിമ അപ്പോസ്തലന്മാർ അവരുടെ വചനം, 5 അപ്പോസ്തലന്മാർ നമുക്ക് ഉപദേശം എഴുതിയത്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. ലൂക്കോസ് എഴുതുന്നുണ്ട് പ്രവൃത്തി പുസ്തകം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, സുവിശേഷങ്ങൾ. ആ പുതിയ നിയമം, ആ വ്യവസ്ഥ, പുതിയ നിയമം 4 സുവിശേഷങ്ങൾ കർത്താവ് അവരെ പഠിപ്പിച്ചു. സഭ ആരാ പഠിപ്പിച്ചത്?
ഞാൻ നമ്മുടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നമ്മൾ ഉപദേശിച്ചുകൊണ്ട് സകലജാല ശിഷ്യരാക്കിക്കൊള്ളുന്നെന്ന് കർത്താവ് അവരെ ഫലമേൽപ്പിച്ചത് കർത്താവ് സഭയെ പഠിപ്പിച്ചു. അതാണ് നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ 2 ദിവസവും 2:15. അതാണ് നമ്മളെ പ്രമാണം. അവർ വാക്കിനാൽ തന്ന പ്രവൃത്തി പുസ്തകവും ലേഖനങ്ങളിലൂടെ തന്നത് എന്താണ്? റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ. വെളിപ്പാട് 1, 2, 3 അധ്യായം കൂടി നമുക്ക് പുതിയ നിയമസഭയ്ക്കുള്ളതാണ്. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ്. ഈ ആത്മീയ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. ഇത് നമ്മൾ ഗ്രഹിച്ചു വേണം മുമ്പോട്ട് പോകാൻ, ശുശ്രൂഷകൾ ചെയ്യാൻ. ഞാൻ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. ഇവനെൻ്റെ പ്രിയപുത്രനെ ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവാം ദൈവത്താൽ അവന് മാനം ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടി വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല എന്നാദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഇന്നത്തെ പ്രവചനം 100ക്ക് 99 മനുഷ്യൻ്റെ ഇഷ്ടത്താലുള്ള പ്രവചനമാണ്. അപ്പോസ്തലന്മാർ പ്രവചിച്ച് വെച്ച പ്രവചനമായി കിടക്കുന്ന മുഴുവൻ ഹല്ലേലൂയ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗത്താൽ പ്രാപിച്ച് സംസാരിച്ചതും പ്രസംഗിച്ചതുമാണ് അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന പ്രവചനങ്ങൾ. പ്രവചിക്കുന്നവൻ ആത്മീയവർദ്ധനവിന്, ആശ്വാസത്തിന്, പ്രബോധനത്തിനായി മനുഷ്യരോട് സംസാരിക്കുന്നു. യൂദയും ശീലസും പ്രവാചകന്മാരാകിയാൽ പല വചനങ്ങളെ കൊണ്ട് പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. അപ്പോൾ അവരാ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാരെ പ്രവാചകന്മാർ. ഈ വചനങ്ങളാണ് പ്രവചനങ്ങൾ. അല്ലാതെ കണ്ട ചപ്പും ചവറും പറഞ്ഞ് വിസ വരുന്നു, ടിക്കറ്റ് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, കൊച്ച് ഒരു വെള്ള ഡ്രസ്സും തലയിൽ തൊപ്പിയും വെച്ചൊരു സുരിഞ്ചും പിടിച്ച് കാണുന്നു. ഇതൊക്കെ സാത്താൻ കൊടുക്കുന്ന വെളിപ്പാടുകളാണ് ദൈവമക്കളെ. ഇതിൻ്റെ ഇടയിൽപ്പെട്ട് മനുഷ്യൻ നാശിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ കൊള്ളരുതായ്മകളൊക്കെ വിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, ഉപദേശങ്ങൾ, സത്യങ്ങൾ. നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന, അപ്പോസ്തലന്മാർ തരുന്ന ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് ആ നിലയിൽ കേട്ടനുസരിച്ച് ജീവിച്ചോളൂ. 1 കൊരിന്ത്യർ 14, 37, 38 വാക്യങ്ങളാണ് വായിച്ചത്. ഇത് അനുസരിക്കുന്നില്ല, അനുസരിക്കാതിരിക്കട്ടെ. ഞാൻ നിങ്ങൾ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അപ്പോസ്തലന്മാർ പറയുന്ന വചനം ആത്മാവും ജീവനുമാകുന്നു. അത് കർത്താവിൻ്റെ വചനമാണ്. അത് പിതാവ് കർത്താവിനെ ഏൽപ്പിച്ചതാ, കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചതാ. അത് പിതാവ് പറയുന്ന അതേ വിലയും നിലയും അപ്പോസ്തലന്മാരുടെ വചനങ്ങൾക്കുണ്ട്. ആ നിലയിൽ പഠിക്കണം. അതാ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നാൽ നിങ്ങളുടെ വിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഈ വചനം കേൾക്കുമ്പോൾ ബലം കിട്ടും, സൗഖ്യം കിട്ടും, സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, പ്രത്യാശ കിട്ടും. അതുകൊണ്ട് ഈ വചനങ്ങളെ ധ്യാനിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു തിരുത്തുണ്ടത് പറയാൻ ഞാൻ താല്പര്യപ്പെടുക. പ്രവചനവാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുമോ? അത് തിരുത്താൻ താല്പര്യപ്പെടുന്നു. നേരം വെളുക്കുകയും ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രവചനവാക്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊള്ളണം. ഉദയ നക്ഷത്രം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വരുന്നത് വരെ ഈ പ്രവചനവാക്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ കരുതിക്കൊള്ളണം. 94കാരനായ ദൈവഭൃത്യൻ പറഞ്ഞപ്പോഴാണ് ഈ വചനത്തിൻ്റെ വെളിപ്പാട് നമുക്ക് കിട്ടിയത്. മനസ്സിലായോ? പ്രവചനവാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം എന്നുള്ളത് സ്തോത്രം. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം, കർത്താവ് വരുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ പ്രവചനവാക്യങ്ങളെ, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഈ വചനങ്ങൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. ലൂക്കോസ് 1:1 എന്താ എഴുതിയിരിക്കുന്നത്? ലൂക്കോസ് 1:1 എന്താ എഴുതിയിരിക്കുന്നത്? പ്രവൃത്തി 1:1 എന്താ എഴുതിയിരിക്കുന്നത്? ശ്രീമാനായ തിയോഫിലിസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. അപ്പോൾ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആദിമ അപ്പോസ്തലന്മാരാണ്. ഇനി പ്രവൃത്തി പുസ്തകം 1:1 വായിക്കാം.
അതിലവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇതൊക്കെ കുറിപ്പെട്ട വിഷയങ്ങളാണ്, കുറിപ്പെട്ട വാക്യങ്ങളാണ്. തിയോഫിലിസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്. അപ്പോൾ യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു. സ്തോത്രം. ഇന്നലെ പത്രോസിന്റെ ഒരു വാക്യത്തിൽ നമ്മൾ കേട്ടു, സ്വർഗ്ഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചത്. അത് അപ്പോസ്തലന്മാരാ. ഇന്നത്തെ അപ്പോസ്തലന്മാരല്ല, ആദിമ അപ്പോസ്തലന്മാർ. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ, ആ അപ്പോസ്തലന്മാർ. ഇന്നത്തെ അപ്പോസ്തലന്മാരും പഴയ അപ്പോസ്തലന്മാർ, ആദിമ അപ്പോസ്തലന്മാർ യാതൊരു പുലബന്ധം പോലും ഇല്ല. എല്ലാവരും അല്ല. ആ ഉപദേശങ്ങൾ അങ്ങനെ തന്നെ പറയുന്ന വളരെ ചുരുക്കം ഒരു ചെറിയ ശേഷിപ്പ് ഈ ഭൂമിയിലുണ്ട്. അതിൽ ഒരു ഏഴയാണ് ഞാനെന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം, എന്തുകൊണ്ടും എനിക്ക് അനുഗ്രഹമായി, കേൾക്കുന്ന നിങ്ങൾക്കും അത് അനുഗ്രഹമായി തീരട്ടെ. വിമർശന ബുദ്ധിയോടെ ഇതെടുക്കാതെ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദേവദാസൻ എന്നെ ശാസിച്ചു, തർജ്ജനം ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഓരോന്നും എടുത്ത് അതിനപ്രകാരം ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം യേശു പോയതുപോലെ തിരികെ വരും. കർത്താവ് വരാറായി. യഹൂദനെ മാത്രം നോക്കിയാൽ മതി. യഹൂദൻ്റെ ദേവാലയം പണിയാൻ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. ആ ദേവാലയം പണി തുടങ്ങാൻ പോകുന്നു. ഇന്ന് മുസ്ലിങ്ങൾ പണിതിരിക്കുന്ന ആ ദേവാലയം ഇടിച്ചു പൊടിച്ച് കളഞ്ഞ് അവിടെ സ്തോത്രം യഹൂദൻ്റെ ദേവാലയം, പുതിയ ദേവാലയം പണിയാൻ പോകുന്നു. അത് യെഹൂദയുടെ കാലത്താണ് പണിയുന്നത്. അത് യെഹൂദ ഇവിടെ ഭരിക്കുമ്പോഴാണ് പണിയുന്നത്. ആ ആലയം പണി തുടങ്ങാൻ സമയമായി. 2 ആലയം ഈ ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ഒന്ന് സഭയാം ദേവാലയം, 2 യെരൂശലേമിൻ്റെ ദേവാലയം, യെരൂശലേം എന്ന യഹൂദൻ്റെ ദേവാലയം, യെരൂശലേമിലുള്ള യഹൂദൻ്റെ ദേവാലയം. 2 ദേവാലയം ഒരു സമയത്ത് ഒരിക്കലും ഇവിടെ ഉയരാൻ പാടില്ല. സഭയാം ദേവാലയം മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ യെരൂശലേം ദേവാലയം പണിയും യെഹൂദയുടെ കാലത്ത്. ചിലർ പറയണത് യെഹൂദ വന്നതിന് ശേഷമേ സഭ പണിയുള്ളൂ, അല്ല സഭ എടുക്കുള്ളൂ. അങ്ങനെ പറയുന്നവർ അങ്ങനെ പൊക്കോട്ടെ, അവർ പൊക്കോട്ടെ. എനിക്കെന്തായാലും അതിന് പോകാൻ മനസ്സില്ല. ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള ഒത്തിരി വാക്യങ്ങൾ, ഒത്തിരി പഠനങ്ങളുണ്ട്. അത് മെസ്സേജായിട്ട് പറയാൻ സന്ദർഭം ആത്മാവ് നിയമിക്കുമ്പോൾ ഞാൻ പറയും. അതിനുള്ള സന്ദർഭങ്ങളും വാക്യങ്ങളും ഒക്കെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. കൃപയാൽ വചനം തന്നിട്ടുണ്ട്. വല്ലവരും പറയുന്നത് കേട്ടിട്ടില്ല. അത് പറയാനുള്ള അവസരങ്ങൾ വരുമ്പോൾ കർത്താവ് തരും നമുക്ക്. അപ്പോൾ നമ്മൾ പഠിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ സഭയാം ദേവാലയം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്ന പെന്തോക്കോ സമൂഹമേ, യെരൂശലേം ദേവാലയം പണിയാൻ പോകുന്നു. ആ ആലയം ഉയരുന്നതിന് മുൻപ് സഭയാം ദേവാലയം മാറ്റപ്പെടും. ഒരുങ്ങിയിരിക്കുന്നുവോ? ഉണർന്നിരിക്കുന്നുവോ? സദാകാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ? അതിനായി കർത്താവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, 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 ആമേൻ.